ഹലോ എവ്രിവൺ. ഇന്ന് നമ്മൾ പോകുന്നത് മാൾട്ടയിലെ ഗോസോയിലുള്ള ടപ്പീനോ ബസിലിക്കയിലാണ്. അപ്പോൾ എങ്ങനെ പോയാലോ? മാൾട്ടയിലെ സിർക്കേവയിലുള്ള ഗോസോ ചാനലിൽ പോയി ഫെറിയിൽ വേണം പോവാൻ. ഞങ്ങൾ അവിടുന്ന് രാവിലെ ഒരു 8:30 ഗോസോയിലേക്ക് ഫെറിയിൽ കയറി. മാൾട്ടയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ഞങ്ങൾ രണ്ടുപേരും ഗോസോയിലേക്ക് പോകുന്നത്. അപ്പോൾ അതിൻ്റെതായ ഒരു എക്സൈറ്റ്മെൻറ്റ് ഞങ്ങൾക്കും കാണുമല്ലോ. ഗോസോ എന്ന സ്ഥലം മാൾട്ടയിലെ നെയ്ബറിങ് ഐലൻഡാണ്. അതിന് അത്യാവശ്യം നല്ല ഹൈപ്പും ഉണ്ട്. അപ്പോൾ ഗോസോ എന്ന് പറയുമ്പോൾ എപ്പോഴും ഒരു എക്സൈറ്റ്മെൻറ്റ് ഇച്ചിരി കൂടുതലാണ്. ഞങ്ങളങ്ങനെ അകത്ത് കയറി നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ടായി. 40ാം വെള്ളിയാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. മാൾട്ടയിൽ നിന്നും ഗോസോയിലേക്ക് ഒരു ഏകദേശം അരമണിക്കൂർ യാത്രയുണ്ട്. അതുകൊണ്ട് സമയം കളയാതെ അതിലെ കാഴ്ചകളൊക്കെ കാണാനും നിങ്ങളെയൊക്കെ കാണിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഗോസോയിലെത്തി. അവിടുന്ന് നമ്മൾ 2 ബസ് കയറണം. ആദ്യത്തെ ഫ്രം ഫെറി ടു വിക്ടോറിയ 301 അല്ലെങ്കിൽ 303, പിന്നെ വിക്ടോറിയ ടു ടപ്പീനോ, അത് നമ്മൾ 308 വേണം പിടിക്കാൻ. 2 ബസ്സിലും നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ക്രൗഡെല്ലാം കണ്ട് അവിടുത്തെ മാൾട്ടീസ് അമ്മച്ചിമാരൊക്കെ പേടിച്ചു പോയതായിരുന്നു. അങ്ങനെ ഞങ്ങൾ ടപ്പീനോ പള്ളിയിലെത്തി. നല്ല ഭംഗിയുള്ള പള്ളി. അവിടുത്തെ മാതാവിൻ്റെ ഗ്രോട്ടോയിൽ നിയോഗങ്ങളെല്ലാം സമർപ്പിച്ച് കുറച്ചു നേരം പ്രാർത്ഥിച്ചു. മാതാവിന് കാഴ്ചയായിട്ടും നേർച്ചയായിട്ടും ഒരു ഭിത്തി ഫുൾ സാധനങ്ങളും ഫ്രെയിംസും താങ്ക്സ് ഗിവിങ് ലെറ്റേഴ്സും ആയിരുന്നു. പിന്നെ ഈ പള്ളിക്ക് ഒരു ചരിത്രമുണ്ട്. മാതാവ് പണ്ട് കാർമേല ഗ്രീമ എന്ന സ്ത്രീക്ക് പ്രത്യക്ഷപ്പെട്ട ഒരു ചരിത്രം. വിശുദ്ധ കുർബാനയ്ക്ക് ശേഷമായിരുന്നു കുരിശിൻ്റെ വഴി. പള്ളിയുടെ ഓപ്പോസിറ്റുള്ള മലയിലോട്ടാണ് കുരിശിൻ്റെ വഴി. കുരിശിൻ്റെ വഴിയൊക്കെ കഴിഞ്ഞ് അച്ഛൻ്റെ സന്ദേശമൊക്കെ കേട്ട് കുറച്ചു നേരം അവിടുത്തെ ഭംഗിയെല്ലാം ആസ്വദിച്ച് എല്ലാവരും കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ആ മലയുടെ ടോപ്പിൽ നിന്നുള്ള ആ വ്യൂ എൻ്റെ പൊന്നോ, ഒരു രക്ഷയില്ല. ക്യാമറയ്ക്കൊന്നും ക്യാപ്ചർ ചെയ്യാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾ കുറച്ച് കഞ്ഞിയും പയറുമൊക്കെ കഴിച്ച് വന്ന പോലെ തന്നെ തിരിച്ച് പോകാൻ 2 ബസ്സൊക്കെ കയറി ഗോസോയിലുള്ള എംജാർ ടെർമിനലിലെത്തി. അപ്പോൾ മാൾട്ടയിലേക്കുള്ള ഫെറി പോകാൻ റെഡിയായി കിടപ്പുണ്ട്. ഫെറിയുടെ അകത്തെ കാഴ്ചയൊക്കെ കണ്ട് വീണ്ടും ഞങ്ങൾ ടോപ്പിലുള്ള സൺഡെക്കിലോട്ട് പോയി. ഇതിൻ്റെ അകത്ത് നല്ല കഫറ്റേരിയയും പിന്നെ അത്യാവശ്യം സാധനം മേടിക്കാനുള്ള ഒരു കൺവീനിയൻസ് സ്റ്റോർ പോലത്തെ ഒരു സെറ്റപ്പും ഉണ്ട്. കാറൊക്കെ 1 by 1 കയറുന്നതും പിന്നെ ദൂരെ നിന്ന് വരുന്ന ഫെറിയുടെ ഡോർ ഒക്കെ ഓപ്പൺ ആവുന്നതും ആ സൈൻസ് ഒക്കെ കാണാനും ക്യാപ്ചർ ചെയ്യാനായിരുന്നു എബിൻ്റെ ഇൻട്രസ്റ്റ്. അങ്ങനെ ഇന്ത്യയിൽ നിന്നും മാറി നിൽക്കുമ്പോൾ ഇതുപോലുള്ള റിലീജിയസ് ആക്ടിവിറ്റീസിലൊക്കെ ആക്റ്റീവ് ആവാൻ തോന്നിപ്പോവും. ആൻഡ് അതൊരു നൈസ് ഫീലിംഗ് ആണ്. അങ്ങനെ ഇതായിരുന്നു ഞങ്ങളുടെ മാൾട്ടയിലെ ഒരു കുരിശുമല കയറ്റം. അപ്പോൾ അടുത്ത വീഡിയോ വരെ ബൈ.